ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 80ാമത്തെ ദിവസത്തിൻ്റെ റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ശ്രീജിത്താണ്. നിലവിൽ ഹൗസിൽ കീരിയും പാമ്പും പോലെ നിൽക്കുന്ന രണ്ട് പേരാണ് അനുവും നിവിനും. അവർ പരസ്പരം ആജന്മ ശത്രുക്കളെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ കാണാം. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഈ പറയുന്ന പോലെ അടുക്കളയിൽ വെച്ച് ചെറിയൊരു പ്രശ്നം, വാക്ക് തർക്കം പോലെയും അതുപോലെ തന്നെ ഉന്ത് തള്ള് ഈ പറയുന്ന അള്ളൽ പോലെയുള്ള പരിപാടിയിലേക്ക് പോകുന്നുണ്ട്. അതിന് ശേഷമാണ് കുറേ ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറേ സംഗതികൾ നമ്മൾ കാണുന്നത്. അനു കട്ടിലിൽ കിടന്ന് ഉറങ്ങുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിനെ ഉണർത്താൻ വേണ്ടി ഈ പറയുന്ന പോലെ ആര്യൻ വരുന്നുണ്ട്. ആര്യൻ വന്ന് ഉണർത്തുന്നുണ്ട്. ആര്യൻ വന്ന് ഉണർത്തിയതിന് ശേഷം അനു ഉറങ്ങാതെ കിടക്കുന്നുണ്ട്. കണ്ണും തുറന്ന് തന്നെയാണ് കിടക്കുന്നത്. ഭയങ്കര ക്ഷീണിച്ച മുഖമായിട്ടാണ് കിടക്കുന്നത്. ടാസ്കൊക്കെ കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം, നല്ല ക്ഷീണമുണ്ട് ആൾക്ക്. അപ്പോൾ ഈ സമയം ഉടനെ നിവിൻ വരുന്നുണ്ട്. നിവിൻ വന്നിട്ട് ആര്യൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആര്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, എന്താണ് ഇത്രയും നേരം കിടന്നുറങ്ങുകയായിരുന്നു എന്നുള്ള രീതിക്ക് അനുവിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ നിവിൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നീ പോയി ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് വാ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. അപ്പം ആര്യൻ ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് വരുന്നു. അതിനുശേഷം നിവിനുമായിട്ട് സംസാരിച്ച് നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ അനുവുമായിട്ട് നിവിൻ സംസാരിച്ച് നിൽക്കുന്ന കൂട്ടത്തിൽ തന്നെ എഴുന്നേക്കാൻ പറയുന്നുണ്ട്. നിവിൻ ഓർഡർ ഇടുന്ന പോലെയാണ് പറയുന്നത്, എഴുന്നേറ്റേ പറ്റുള്ളൂ, ഉറങ്ങാൻ പറ്റത്തില്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നിവിൻ ഗ്ലാസ്സിലുള്ള വെള്ളം എടുത്തിട്ട് കൈ മുക്കിയിട്ട് കുടയുന്നുണ്ട്, മനഃപൂർവ്വമായിട്ട് കുടയുന്നുണ്ട് ഉറങ്ങാതിരിക്കാൻ വേണ്ടി. നമ്മളൊരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കണം, അനു ഉറങ്ങിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് എപ്പിസോഡിൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഉറങ്ങിയിരുന്നു, പക്ഷെ നിവിനുമായിട്ട് സംസാരിച്ച് ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങിയിട്ടില്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം ഇതിൻ്റെ ഭാഗമായിട്ട് അനു ട്രിഗർ ആവുകയും അനുവിൻ്റെ കുടിക്കുന്ന കുപ്പിയിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നിവിൻ്റെ ദേഹത്തേക്ക് ഫുൾ ഒഴിക്കുന്നതായിട്ടും കാണാം. ഇതിൽ ദേഷ്യം കൊണ്ട് നിവിൻ പോയി ഈ പറയുന്ന പോലെ വലിയ ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നിട്ട് അനു കിടക്കുന്ന ബെഡിലേക്ക് ഒഴിക്കുന്നൊരു സംഗതിയാണ് നമ്മൾ കാണുന്നത്. സത്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള പരിപാടിയായിപ്പോയി. കാര്യം വെറുതെ ട്രിഗർ ചെയ്യുന്ന കണക്ക് ആയിപ്പോയി. മുഖത്ത് വെള്ളം കുടയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഉറങ്ങുകയാണെങ്കിൽ കൂടി അങ്ങനെ ബിഗ് ബോസ് അങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഉറങ്ങുന്ന ആളെ വിളിച്ചുണർത്തുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മുഖത്ത് വെള്ളം കുടയുകയോ അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോ എനിക്കറിയത്തില്ല. എന്തായാലും അനുവിൻ്റെ അടുത്ത് ചെയ്തത് വളരെ മോശമായിപ്പോയി. അതിൻ്റെ ഭാഗമായിട്ട് അനു കുറേ ഡ്രാമയും കളിച്ചു, അത് മറ്റൊരു സംഗതി, അതവിടെ നിൽക്കട്ടെ. അതിനുശേഷം അനുവും നിവിനും തമ്മിൽ ഒരുപാട് സംസാരത്തിലേക്ക് പോവുകയാണ്. നീ ആണാണോടാ, നീ ആണുങ്ങളെ പോലെ പെരുമാറടാ, നിൻ്റെ അച്ഛനും അമ്മയും അടിച്ച് നിന്നെ വളർത്താത്തത് കൊണ്ടാണ് നീ ഇങ്ങനെ കിടന്ന് പെരുമാറുന്നത് എന്നൊക്കെയുള്ള സംസാരം അനു സംസാരിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു സംഗതിനെ, ഈ ആണല്ല എന്നൊക്കെ സംസാരിക്കുന്നതിനെ ജെൻഡർ കാർഡാണ് നീ ഇത് എടുത്തിടുന്നത് എന്നുള്ള രീതിക്ക് നിവിനും സംസാരിക്കുന്നുണ്ട്. പക്ഷേ നിവിൻ ആ രീതിക്കൊന്നും പോകുന്നില്ല. കൂടുതലായിട്ട് നീ എന്നെ ആണല്ല എന്നുള്ള രീതിക്ക് പറഞ്ഞു എന്നുള്ള പേരിൽ നിവിൻ ജെൻഡർ കാർഡ് എടുക്കുന്നില്ല എന്നുള്ളത് സംഗതി വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും ഈ ഒരു കാര്യം ലാലേട്ടൻ ഉറപ്പായിട്ട് ചോദിക്കും. എന്തിന് മെത്തയിൽ വെള്ളം കോരി ഒഴിച്ചു? സത്യം പറഞ്ഞാൽ പ്രോപ്പർട്ടി ഡാമേജ് ചെയ്തു എന്നുള്ളൊരു സംഭവം വേണമെങ്കിൽ എടുക്കാൻ പറ്റും. മെത്ത ഉണക്കിയെടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല നിലവിൽ ബിഗ് ബോസ് ഹൗസിലുള്ളത്. കാര്യം പുറത്ത് വെയിലൊന്നുമില്ല, ശരിക്കും മഴ പെയ്യുന്നൊരു സീസണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ലാലേട്ടൻ ഈ കാര്യം ചോദിച്ച് ഇതിനൊരു കൃത്യമായിട്ടുള്ളൊരു തീർപ്പുണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് നൂറയ്ക്ക് അക്ബർ ഫുഡ് കൊടുക്കില്ല എന്നൊരു സംഗതി പറഞ്ഞായിരുന്നു. ജോലി ചെയ്യാത്തവർക്ക് ഇവിടെ ഫുഡില്ല എന്നുള്ള രീതിക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന ഒരാൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരാളുടെ ഫുഡിനെ നിഷേധിക്കാൻ, ഒരാളുടെ വിശപ്പിനെ നിഷേധിച്ചുകൊണ്ട് ഫുഡ് കൊടുക്കാതിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അവിടെ സംഭവിച്ച കാര്യം അവിടെ വളച്ചൊടിച്ചൊരു സംഭവം കണക്കാണ് എനിക്ക് തോന്നിയത്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് അക്ബറിനെ വെള്ളപൂശാനല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അവിടെ നടന്ന യഥാർത്ഥ പ്രശ്നത്തെ പുറത്ത് കാണിക്കാനാണ് ശ്രമിക്കുന്നത്. അവിടെ നടന്ന സംഭവം ഇങ്ങനെയായിരുന്നു. നിലവിൽ ഒരു ഹെവി ടാസ്ക് കഴിഞ്ഞിട്ട്, ടിക്കറ്റ് ഫിനാലെയുമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം ഒരു ഹെവി ആയിട്ടുള്ളൊരു ടാസ്ക് കഴിഞ്ഞിട്ട് എല്ലാവരും വന്ന് ടയേർഡായിട്ട് കിടക്കുകയാണ്. ടയേർഡായിട്ട് കിടക്കുന്ന സമയത്താണ് അക്ബർ വന്നിട്ട് നൂറയുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, നൂറ ഇവിടെ ഫ്ലോറും അതുപോലെ തന്നെ ബാത്റൂമും ക്ലീൻ ചെയ്തിട്ടില്ല, നീ ഉടനെ തന്നെ ക്ലീൻ ചെയ്യണമെന്ന് വളരെ മാന്യമായിട്ടാണ് പറയുന്നത്. നമുക്ക് വളരെ കൃത്യമായിട്ട് മെയിൻ എപ്പിസോഡിൽ കാണാൻ പറ്റും. അതിനുശേഷം കുറേ നേരം കഴിഞ്ഞിട്ട് നൂറയും അക്ബറും തമ്മിൽ വാഗ്വാദത്തിലേക്ക് പോകുന്ന ഒരു സംഗതിയാണ് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നത് അവിടെ വളരെ കൃത്യമായിട്ട് ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നൂറ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ പറയുന്ന പോലെ എനിക്ക് പറ്റില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ടാസ്ക് കഴിഞ്ഞതിൻ്റെ ഫ്രസ്ട്രേഷനിലാണ് ഈ
കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. നൂറയ്ക്ക് അവിടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി, അക്ബറെ എനിക്ക് ഈ പറഞ്ഞ പോലെ കൈ വയ്യ, എനിക്ക് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇന്ന് തന്നെ ചെയ്യാൻ പറ്റിയെന്നും വരത്തില്ല, എനിക്ക് എന്തായാലും അത് ഒട്ടും വയ്യ എന്നുള്ളൊരു സംഭവം പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ നൂറ എന്താണ് പറഞ്ഞത്? ഞാൻ ചെയ്യില്ല എന്നുള്ളൊരു ഇതാക്കി. അതിന് കാരണം പറയുന്നത് എന്താണ്? അക്ബർ വന്നിട്ട് ഭയങ്കര എന്താ പറയുക, ഓർഡർ ഇട്ട മാതിരിയാണ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്, വൃത്തിയാക്കിയേ പറ്റൂ എന്നുള്ള രീതിക്ക് പറഞ്ഞായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തതെന്ന്. അതിന് ശേഷമാണ് അക്ബറും ഈ പറയുന്ന പോലെ ആര്യനും നെവിനും ഉൾപ്പെടുന്ന ആ ഒരു ക്യാപ്റ്റന്മാർ പറയുന്നത് ഈ പറയുന്ന പോലെ ജോലി ചെയ്തില്ലെങ്കിൽ ഫുഡ് തരത്തില്ല എന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്. എന്തായാലും ഇത് പുറത്ത് കേൾക്കുന്നവർക്ക് ഫുഡ് കൊടുക്കാതെ, ഈ പറയുന്ന നൂറയ്ക്ക് ഫുഡ് കൊടുക്കാതെ ഈ പട്ടിണി ഇടേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു എന്നൊരു സാഹചര്യമാണ് ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്തായാലും ഇതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഇതിൻ്റെ പുറകിൽ നടന്നൊരു സംഗതി. എന്തായാലും ഈ ഒരു സംഗതി ലാലേട്ടൻ ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് നൂറയ്ക്ക് ഫുഡ് കൊടുത്തില്ല എന്നൊരു സംഗതി ലാലേട്ടൻ ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഫുഡിന് വേണ്ടി പരസ്പരം അടി ഉണ്ടാക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ മൊത്തത്തിൽ കണ്ടത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപ്റ്റന്മാരായിട്ടുള്ള അക്ബർ, നമ്മുടെ ആര്യൻ, നെവിൻ, ഇവർ പൂർണ്ണമായിട്ടുള്ള ഈ അടുക്കളയിൽ പൂർണ്ണ പരാജയമാണെന്ന് തന്നെ പറയാം. കാര്യം കഴിഞ്ഞ ദിവസം 2 നേരം മാത്രമേ ഫുഡ് കൊടുത്തുള്ളൂ. അത് പ്രശ്നമെന്ന് പറയുന്നത് പലരും മെഡിസിൻ ഉൾപ്പെടെ കഴിക്കുന്ന ആൾക്കാരാണ്. മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർക്ക് ഫുഡ് കിട്ടിയേ പറ്റൂ ടൈമിന്. കാര്യം ഫുഡ് കഴിച്ചിട്ടല്ലേ ചില മരുന്നുകൾ കഴിക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ പല മെഡിക്കൽ പ്രോബ്ലംസും പലർക്കും ഉണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് നൂറയ്ക്കും മറ്റ് പലർക്കും. ഷാനവാസ് ഉൾപ്പെടെ എല്ലാവർക്കും മെഡിസിൻ കഴിക്കുന്നതാണ്. പക്ഷേ ഇവർ കൃത്യമായിട്ട് ഫുഡ് കൊടുക്കുന്നതുമില്ല. അതിനവർ ന്യായം പറയുന്നത്, ഈ പറയുന്ന അക്ബറും നെവിനും ആര്യനും ഒരുമിച്ച് ചേർന്ന് ന്യായം പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ഫുഡ് ചോദിച്ചില്ലല്ലോ, വിശക്കുമ്പം ചോദിക്കുമല്ലോ, അപ്പം നിങ്ങൾ ചോദിച്ചില്ല, അതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കി തരാത്തത് എന്നൊരു ന്യായമാണ് ഇവർ പറയുന്നത്. സത്യത്തിൽ ഇവർ വിളമ്പി കൊടുക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. പിന്നീട് അവർ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ അത് രണ്ടാമത്തെ കാര്യമാണല്ലോ. ഇവരെന്തായാലും ഒരു എന്താ പറയുക, ക്യാപ്റ്റൻ എന്നുള്ള രീതിക്ക് നോക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ കിച്ചൻ്റെ ഉത്തരവാദിത്തങ്ങൾ നോക്കുക എന്നുള്ള രീതിക്കാണെങ്കിലും ഭയങ്കര ഒരു പരാജയം കണക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും 80ാമത്തെ ദിവസത്തെ പറ്റി കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാനാണെങ്കിൽ, മോർണിംഗ് ആക്ടിവിറ്റിയിലൂടെയാണ് തുടക്കം. അത് തന്നെ ഈ പറയുന്ന അനുവിൻ്റെ ഒരു ഡ്രാമ കാണിച്ചുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. മോർണിംഗ് ആക്ടിവിറ്റി ഇങ്ങനെയായിരുന്നു. ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ആദ്യം ആരെയായിരിക്കും വിളിക്കുന്നത്? ഉടനെ അനു പറയുന്നുണ്ട്, അനു അച്ഛനെ വിളിക്കും, പിന്നെ വേറെ ഏതൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ വിളിക്കും എന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടി എന്തിനാണ് ഇങ്ങനെ കരയുന്നത്, എമോഷണൽ ആവുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം, അനു എന്ന് പറയുന്നത് ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടി, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്ന സ്റ്റേറ്റ് അവാർഡ് പോലും പുള്ളിക്കാരത്തിക്ക് കിട്ടിയിട്ടുണ്ട് അഭിനയത്തിൻ്റെ പേരിൽ. അപ്പോൾ അതുകൊണ്ട് ഈ കണ്ണീർ നാടകമൊക്കെ കയ്യിൽ വെച്ചിരുന്നാൽ മതി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഫുഡിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നൊരു സംഗതിയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് മൊത്തത്തിൽ തോന്നിയത്. പിന്നീട് ഇത് തന്നെയാണ്, കഴിഞ്ഞ ദിവസം കൃത്യമായിട്ട് ഫുഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അനീഷ് ആര്യനോട് പറയുന്നുണ്ട്. അപ്പോൾ ആര്യനൊക്കെ പറയുന്നത് ഇതാണ്, എന്തുകൊണ്ട് നിങ്ങൾ കഴിഞ്ഞ ദിവസം ചോദിച്ചില്ല, ഫുഡ് കിട്ടിയില്ല, തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൻ്റെ പേരിൽ നൂറ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡ്രാമയാണെന്നുള്ള പേരിൽ ആര്യൻ പറയുന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, മരുന്ന് കഴിക്കാത്തത് കൊണ്ട് ഫുഡ് ആവശ്യമായിട്ടുള്ള സംഗതി തന്നെയാണ്, അതുകൊണ്ടാണ് ഇത്തരത്തിൽ പറയുന്നത് എന്ന് പറയുന്നുണ്ട്, അല്ല ഡ്രാമ കളിക്കുകയല്ല എന്നുള്ള രീതിക്ക് ദേഷ്യപ്പെടുന്നുണ്ട് നൂറ. പിന്നീട് അനു 3 ക്യാപ്റ്റന്മാരെയും തെറി വിളിക്കുന്നുണ്ട്. അതുപോലെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഷാനവാസും ആദിലയും ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ സമയം എല്ലാവരും വിശക്കുമ്പോൾ എല്ലാവരും വിശന്ന് നിൽക്കുകയാണ്. ആ സമയം എന്ത് ചെയ്യുന്നു, നിവിനും ഈ പറയുന്ന ആര്യനും അക്ബറും കൂടി ഈ പാലും ബ്രെഡും കൂടെ ചേർത്ത് കഴിക്കുന്നതായിട്ട് കാണാം. കാര്യം അവരുടെ വിശപ്പ് മാറ്റാൻ വേണ്ടി അവർ അടുക്കളയിൽ നിന്നുകൊണ്ട് പരിപാടികൾ ചെയ്യുന്നതായിട്ട് കാണാം. ബാക്കിയുള്ളവരെല്ലാം വിശന്നിരിക്കുകയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സാബു ചായ കുടിക്കാത്തത് കൊണ്ട് പാല് സെപ്പറേറ്റ്, സാബുവിന് പാലാണ് കുടിക്കുന്നത്. അപ്പോൾ പാല് വേണമെന്ന് പറഞ്ഞിട്ട് സാബു ചെല്ലുന്നുണ്ട്. അപ്പം പാല് തീർന്നു പോയി എന്ന് ഇവർ പറയുന്നുണ്ട്. പിന്നീട് ചോറിൻ്റെ കൂടെ ഒരു കറി മതി എന്നിട്ട് നിവിൻ പറയുന്നുണ്ട്. അത് ശരിയല്ല എന്നുള്ള രീതിക്ക് ഷാനവാസ് പറയുന്നുണ്ട്. കാര്യം ഇവിടെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഐറ്റംസ് ഇരിക്കുകയാണ്, എന്നിട്ട് ഫുഡ് കൃത്യമായിട്ട് ഉണ്ടാക്കി തരാത്തത് നിങ്ങളുടെ പിടിപ്പ് കേടാണ്, നിങ്ങളുടെ ദുശാഠ്യമാണ് എന്നുള്ള രീതിക്ക് ഷാനവാസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്നലെ തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാതെ വൈകിട്ട് ഫുഡ് കൊടുത്തത് ചോദിച്ചത് കൊണ്ടാണോ നീയൊക്കെ ഈ പ്രതികാരം ചെയ്യുന്നത് എന്ന് ഷാനവാസ് നിവിനോട് വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒറ്റ കറിയെ ഉണ്ടാക്കൂ എന്ന് ഈ പറയുന്ന നിവിൻ കട്ടായം പറയുന്നതായിട്ട് കാണാം. ഇതിനിടയ്ക്ക് തന്നെ ഈ അടുക്കളയിൽ വെച്ച് സാബു ചോദിക്കാതെ മുട്ട എടുക്കുന്നുണ്ട്. ഇത് പറഞ്ഞിട്ട് അനു
നെവിനുമായിട്ട് പ്രശ്നമാവുന്നുണ്ട്. ഈ എന്താണ് അനു ഈ പറയുന്ന ദേഹോപദ്രവം പോലെ ചെയ്യുന്നതായിട്ടും പിന്നീട് അനുവിനെ പിടിച്ചു തള്ളുന്ന ഉന്തുന്നതായിട്ടും നെവിൻ ഉന്തുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ടിക്കറ്റ് ഫിനാലെ 4ാമത്തെ ടാസ്ക്കാണ് നടന്നത്. തലയ്ക്ക് മുകളിലായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജനൽപ്പാളികളിൽ മാവ് നിറച്ച് വെച്ചിട്ടുണ്ട്. അത് തുറന്നു പോകാതെ ഒറ്റ കൈ വെച്ച് താങ്ങി നിർത്തണം. അതാണ് ടാസ്ക്. ഔട്ടാവുന്ന ആൾക്കാർ പുറത്ത് ബോൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ബോൾ ഒരു പ്രത്യേക ലൈനിൽ നിന്നുകൊണ്ട് ഇവരെ എറിയാം, ബാക്കിയുള്ളവരെ എറിയാം. അവരിപ്പോൾ മറ്റുള്ളവർ പുറത്താവാൻ വേണ്ടി അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഷാനവാസ് ആദ്യം ഔട്ടാവുന്നുണ്ട്. പിന്നീട് എല്ലാവരെയും എറിയുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പിന്നീട് അനീഷ് ഔട്ടാവുന്നുണ്ട്. പിന്നീട് നിവിൻ ഔട്ടാവുന്നതായിട്ടും കാണുന്നുണ്ട്. നിവിൻ ഈ പറയുന്ന പോലെ വാശിയുടെ പുറത്ത് അനുവിനെ എറിയുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അനുവിൻ്റെ ഫ്രണ്ടിൽ പോയി ഇന്ന് മുഖത്തൊക്കെ എറിയുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. എന്തായാലും അനീഷ് നൂറയ്ക്ക് വെയിറ്റ് കൂടാൻ വേണ്ടി ബോൾ കൂടുതലായിട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും ആര്യൻ 9 പോയിൻറ്റ്, നൂറയ്ക്ക് 8 പോയിൻറ്റ്, അക്ബറിന് 7 പോയിൻറ്റ്, അനുവിന് 6 പോയിൻറ്റ്, ആദിലേക്ക് 5 പോയിൻറ്റ്, സാബുവിന് 4 പോയിൻറ്റ്, നിവിന് 3 പോയിൻറ്റ്, അനീഷിന് 2 പോയിൻറ്റ്, ഷാനവാസിന് 1 പോയിൻറ്റ്. അങ്ങനെയായിരുന്നു പോയിന്റ് നില. പിന്നീട് അനു ഉറങ്ങുന്നുണ്ട്. ഈ കാര്യം ആര്യൻ കാണുകയും ആര്യൻ ചെന്ന് ഉണർത്തുകയും ചെയ്യുന്നു. അതിനുശേഷം നിവിൻ അവിടേക്ക് വരുന്നു. ആ സമയം അനു ഉറങ്ങുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് കാണാം. അപ്പോൾ ഇത് ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പം നിവിൻ പറയുന്നുണ്ട്, നീ പോയി ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് വരാൻ. എന്നിട്ട് അനുവായിട്ട് സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് അനുവിൻ്റെ മുഖത്ത് നിവിൻ വെള്ളം കുടയുന്നുണ്ട്. നേരത്തേക്ക് ദേഷ്യം വെച്ചിട്ടാണ് കുടയുന്നത്. തുടർന്ന് അനു ദേഷ്യം വന്നിട്ട് കുപ്പിയിലെ വെള്ളം എടുത്ത് നിവിൻ്റെ ദേഹത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഇതിന് ദേഷ്യം വന്നിട്ട് വലിയ പാത്രത്തിൽ നിവിൻ വെള്ളം കൊണ്ടുവന്നിട്ട് അനുവിൻ്റെ ബെഡിൽ ഒഴിക്കുന്നതായിട്ട് കാണാം. പിന്നീട് അനു പറയുന്നുണ്ട്, നിന്നെ അച്ഛനും അമ്മയും അടി കൊടുത്ത് വളർത്താത്തതിൻ്റെ പ്രശ്നമാണ് നിനക്ക് ഇതിൻ്റെ ഈ ഒരു പ്രശ്നത്തിന് കാരണം. പോടാ, ഈ പറയുന്ന ആണുങ്ങളെ പറയിപ്പിക്കാതെ ഇറങ്ങി പോടാ എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മാന്തി പറിച്ചുകൊണ്ടാണ് നിവിൻ വെള്ളം കുടഞ്ഞതെന്ന് ആദ്യത്തെ ഇതിൽ പറയുന്നുണ്ട്. ആദ്യം പ്രകോപനം ഉണ്ടാക്കിയത് എന്നെ മാന്തി പറിച്ചുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അടുക്കളയിൽ വെച്ച് മാന്തി പറിച്ചുകൊണ്ട്. അപ്പോൾ നനഞ്ഞ മെത്ത മാറ്റാമെന്ന് പലരും പറയുന്നുണ്ട്. അപ്പം മാറ്റണ്ട എന്ന് അനുവും പറയുന്നുണ്ട്. എന്നിട്ട് അനു പറയുന്നുണ്ട്, പോയി ആണാവാൻ നോക്കടാ ആണുങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി. അപ്പം നിവിൻ പറയുന്നുണ്ട്, അതെന്ത് വർത്തമാനമാണ്? ഞാൻ നിന്നോട് ചോദിച്ചോ നീ ഒരു സ്ത്രീയാണോ എന്ന്? ഇത് വൃത്തികെട്ട ജെൻഡർ കാർഡ് എടുക്കുന്ന പരിപാടിയാണെന്നുള്ള രീതിക്ക് നിവിൻ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അനു പറയുന്നുണ്ട്, നിന്നെ ഒരു 1000 പേര് തിരിച്ചറിഞ്ഞത് ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ വന്നതിന് ശേഷമാണ്. പക്ഷേ എന്നെ അറിയാവുന്നത് 7 കൊല്ലം കൊണ്ട് ജനങ്ങൾക്ക് എന്നെ അറിയാം. 30 വർഷമായിട്ട് എൻ്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും അറിയാം. അപ്പോൾ അക്ബർ പറയുന്നുണ്ട്, അതുകൊണ്ട് എന്തും വർത്തമാനവും വിളിച്ച് പറയാൻ പറ്റുമോ? അപ്പം നിവിൻ പറയുന്നുണ്ട്, ഇങ്ങനത്തെ ദുഷിച്ച മനസ്സുള്ളവർക്ക് ഈ ഒരു ദുഷിച്ച മനസ്സും വെച്ചിട്ട് നല്ല രീതിയിൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നിന്നെ വിളിച്ച് ഇനി നാടമുറിപ്പിക്കില്ല എന്നുള്ള രീതിക്ക് നിവിൻ പറയുന്നുണ്ട്. അതിനുശേഷം അനുവും ആദിലയും നൂറയും കൂടെ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഇനി എന്നോട് സംസാരിക്കരുത് എന്നുള്ള രീതിക്ക് അനു പറയുന്നുണ്ട്. അപ്പോൾ ആദില പറയുന്നുണ്ട്, ആദില സാബുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അനുവും നമ്മളും തമ്മിൽ ഇനി സംസാരിച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകുന്ന ഔട്ട് ചിലപ്പോൾ അനുവിന് എതിരായിരിക്കാൻ സാധ്യതയുണ്ട്. കാര്യമെന്ന് വെച്ചാൽ നിവിന ആണല്ല എന്നുള്ള രീതിക്കൊക്കെ പരാമർശം നടത്തിയല്ലോ. അതുകൊണ്ട് നമ്മളിനി കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ അനുവിന് തന്നെയാണ് അത് തട്ടുകേട് എന്നുള്ള രീതിക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അനു നമ്മളോട് സംസാരിക്കാൻ വരാത്തത് എന്ന് സാബുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പിന്നീട് പിണങ്ങിയിരിക്കുന്ന അനുവിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അനീഷ് പോകുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പിന്നീട് മറ്റൊരു പ്രശ്നമാണ്, ഫ്ലോറും ബാത്റൂമും വൃത്തിയാക്കാൻ വേണ്ടി നൂറയോട് ചെന്നിട്ട് അക്ബർ പറയുന്നുണ്ട്. വളരെ മാന്യമായിട്ടാണ് ചെന്ന് പറയുന്നത്, കിടക്കുന്ന സമയത്താണ് പറയുന്നത്. നമുക്ക് നിലവിലറിയാം, ഈ പറയുന്ന പോലെ ടാസ്ക് കഴിഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും ടയേർഡായി ഇരിക്കുകയാണ്. അപ്പോൾ ആദിലയും നൂറയും മനഃപൂർവ്വം നാരങ്ങ ക്യാപ്റ്റൻ അറിയാതെ ചോദിക്കാതെ എടുക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പിന്നീട് അനീഷിൻ്റെ കോഴിമുട്ട കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടും അനീഷ് ക്യാപ്റ്റനോട് ചോദിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. പിന്നീട് ഡ്യൂട്ടി ചെയ്യാതെ മാറി നിൽക്കാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ ഫുഡ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിക്ക് അക്ബർ പറയുന്നുണ്ട്. ഉടനെ നൂറ പറയുന്നുണ്ട്, ഫുഡ് തരാൻ ഇരിക്കാനൊന്നും പറ്റത്തില്ല, എന്തായാലും ഡ്യൂട്ടി നാളെ ചെയ്യത്തുള്ളൂ എന്നുള്ള രീതിക്ക് നൂറ പറയുന്നുണ്ട്. എന്നാൽ അത് കാണണമല്ലോ എന്ന് അക്ബറും പറയുന്നുണ്ട്. അപ്പം നൂറ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഫുഡ് വേണ്ട എന്നുള്ള രീതിക്ക് നൂറ പറയുന്നുണ്ട്. പിന്നീട് അക്ബർ പറയുന്നുണ്ട്, ജോലി ചെയ്യാതെ ഫുഡ് കഴിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം ആര്യം പറയുന്നുണ്ട്, ഈ പറയുന്ന ജോലി ചെയ്യാതെ വേണമെങ്കിൽ ഫുഡ് കഴിച്ചോ, ഒരു ഔദാര്യം കണക്ക് പറയുന്നുണ്ട്. നീ നമ്മളോട് പറഞ്ഞു ജോലി ചെയ്യില്ല എന്ന്, അപ്പം നമ്മൾ പറഞ്ഞു ഫുഡ് തരില്ല എന്ന്. അതൊരു ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞാണെന്നുള്ള രീതിക്ക് ആര്യം പറയുന്നുണ്ട്. അപ്പം നൂറ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഫ്രൂട്ട്സ് കഴിച്ച് വിശപ്പ് മാറ്റിക്കോളാം എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. പിന്നീട് വെള്ളമൊഴിച്ച മെത്തയിൽ
കിടക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സോഫയുടെ താഴെ അനു കിടക്കുന്നുണ്ട്. പിന്നെ ഇത് ഇവർ നമ്മുടെ അക്ബറും ആര്യനും കൂടെ കാണുന്നുണ്ട്. പ്രേക്ഷകർ കാണിക്കാൻ വേണ്ടിയാണ് അനു ഇത്തരത്തിലൊരു ഡ്രാമ കളിക്കുന്നത്. അതുപോലെ തന്നെ PR ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരത്തില്ല. അനു തന്നെ ചിലപ്പം വിന്നറാകാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിക്ക് ആര്യനും അക്ബറും കൂടി പറയുന്നുണ്ട്. പിന്നീട് ഷാനവാസും അനുവും പണപ്പെട്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിക്ക് നൂറയും അതുപോലെ തന്നെ ആദിലും തമ്മിൽ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നൂറയ്ക്ക് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയത് കൊണ്ട് എല്ലാവർക്കും ഒരു കണ്ണുകടിയുണ്ട് എന്നുള്ള രീതിക്ക് ആദില പറയുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. എന്തായാലും നിലവിലെ പോയിന്റ് പട്ടിക എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൽ നൂറയാണ് 30 പോയിന്റ്, ആര്യന് 29 പോയിന്റ്, അക്ബറിന് 23 പോയിന്റ്, നെവിന് 21 പോയിന്റ്, അനുവിന് 19 പോയിന്റ്, സാബുവിനും 19 പോയിന്റ്, ആദിലയ്ക്ക് 16 പോയിന്റ്, ഷാനവാസിന് 13 പോയിന്റ്, അനീഷിന് 11 പോയിന്റ്. ഇത്തരത്തിലാണ് പോയിന്റ് നില. എന്തായാലും ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. എന്തായാലും മെത്തയിൽ വെള്ളം കോരി ഒഴിച്ച നിവിനെ നമുക്ക് എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ നൂറയ്ക്ക് ഫുഡ് കൊടുക്കില്ല എന്ന് പറഞ്ഞതും സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയൊരു കാര്യം, നൂറ അത്തരത്തിലാക്കി എടുക്കുകയായിരുന്നു. അപ്പം നൂറയ്ക്ക് വയ്യായിരുന്നു സത്യത്തിൽ. അതങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു, അക്ബറെ എനിക്ക് കൈ വയ്യ, എനിക്ക് പറയുന്ന പോലെ ഫ്ലോറും ബാത്റൂമും വൃത്തിയാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള രീതിക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. ഇപ്പം നൂറ ഇത് കുറേ നേരം ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് അക്ബർ ഇത് ഭയങ്കര ഈ ഓർഡർ ഇട്ടത് കൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് എന്നുള്ള രീതിക്ക് മാറ്റിയെടുത്തത് കണക്കാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു 80ാമത്തെ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ബൈ.